ചെയ്യുന്നതോ എന്ന് എനിക്കറിയുന്നില്ല. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു പ്രിയപ്പെട്ട കൂട്ടുകാരനോട് പറയുന്നു, രാത്രിയുടെ യാമങ്ങളിൽ അതേ കുറ്റാക്കൂരിരുട്ടിന്റെ വേളകളിൽ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ, അങ്ങ് ഇബാദത്തിന്റെ മേഖലകളിലേക്ക് പോകുന്നത് ഞാൻ കാണുന്നില്ലല്ലോ. മാത്രമല്ല പള്ളിയിൽ ചടഞ്ഞിരുന്നുകൊണ്ട് പരിശുദ്ധമായ ഖുർആനിന്റെ ആപ്തവചനങ്ങൾ ഓതുന്നത് കേൾക്കുന്നില്ലല്ലോ. പകലന്തിയോളം നോമ്പ് പിടിച്ചുകൊണ്ട് ഇബാദത്തിൽ കഴിയുന്നത് എനിക്ക് കാണാൻ കഴിഞ്ഞില്ലല്ലോ. പിന്നെന്തിനാണ് സഹാബി, എന്താണ് അങ്ങയിലുള്ള പ്രത്യേകത? എന്ത് കാരണത്താലാണ് അല്ലാഹുവിന്റെ ഹബീബ് അങ്ങയെക്കുറിച്ച് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ചതോ എന്ന് പ്രിയപ്പെട്ട സഹാബിയോട് പറയുമ്പോൾ ആ സഹാബി പറയുന്നു, എനിക്കറിയില്ല. എന്താണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞ കാരണം എന്ന് എനിക്കറിയില്ല. അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു നിരാശയോടുകൂടി മടങ്ങിപ്പോകുന്ന സന്ദർഭത്തില് അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് പറയുന്നു, ലാ അജിദു ഫീ നഫ്സി ലിഅഹദിൻ മിനൽ മുസ്ലിമീന ഗസ്സാ വലാ അഹ്സിദു അഹദൻ അലാ ഖൈരിൻ അഅതാഹു അല്ലാഹു ഇയ്യാ. അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, കൂട്ടുകാരാ, ഒരു കാര്യം ഞാൻ പറയുന്നു, രാത്രിയുടെ നിശയുടെ നിശബ്ദതയിൽ ഒരുപാട് ഇബാദത്ത് ചെയ്ത കഥകൾ എനിക്ക് പറയുവാനില്ല, ഒരുപാട് നിന്ന് നിസ്കരിച്ച കഥകൾ എനിക്ക് പറയുവാനില്ല, ഒരുപാട് ഖുർആൻ ഓതിയ കഥകൾ എനിക്ക് പറയുവാനില്ല, പകലന്തിയോളം ഒരുപാട് നോമ്പെടുത്ത കഥകൾ എനിക്ക് പറയുവാനില്ല, സദഖകളെടുത്ത കഥകൾ എനിക്ക് പറയുവാനില്ല. ഒരു കാര്യം ഉറപ്പിച്ചു ഞാൻ പറയുന്നു, യാജിദു ഫീ നഫ്സി ലിഅഹദി മിനൽ മുസ്ലിമീന ഗസ്സാ ولا أحسد أحدا على خير أعطاه الله إياه. അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, ഞാൻ ഉറപ്പിച്ച് പറയട്ടെയോ, ലാ അജിദു ഫീ നഫ്സി, ഇന്നേതുവരെ എന്റെ ശരീരം ഞാൻ ഒരാൾക്കും ഉപയോഗപ്പെടുത്തിയിട്ടില്ല, ലിഅഹദിൻ, ഒരാളെ സംബന്ധിച്ചും എന്റെ ശരീരം എത്തിപ്പോയിട്ടില്ല, മിനൽ മുസ്ലിമീന ഗസ്സാ, മുസ്ലിമീങ്ങളിൽ നിന്ന്, വിശ്വാസികളിൽ നിന്ന് ഒരാളെയും ഞാനൊന്ന് മോശമായി എന്റെ ശരീരം കൊണ്ട് നേരിട്ടിട്ടില്ല, എന്റെ മനസ്സുകൊണ്ടൊരു മുസ്ലിമിനെയും ഞാൻ വെറുത്തിട്ടില്ല, എന്റെ കൈകാലുകൾ കൊണ്ടൊരു മുസ്ലിമിനെയും ഞാൻ അക്രമം കാണിച്ചിട്ടില്ല, എന്റെ നാവ് കൊണ്ടൊരു മുസ്ലിമിനെ ഞാൻ അക്രമിച്ചിട്ടില്ല, എന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഒരു മുസ്ലിമിനെയും ഞാൻ അക്രമിച്ചിട്ടില്ല എന്നൊരു കാര്യം ഉറപ്പിച്ചു പറയുകയാണ്. വലാ അഹ്സദു അഹദൻ അലാ ഖൈരിൻ അഅതാഹു അല്ലാഹു ഇയ്യാഹ്. അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഞാൻ ഒരാളെയും എന്റെ മനസ്സുകൊണ്ടോ എന്റെ നാവ് കൊണ്ടോ എന്റെ പ്രവർത്തനങ്ങൾ കൊണ്ടോ ഒരാളെയും ഞാൻ ഉപദ്രവിച്ചിട്ടില്ല. അപ്പൊ അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹാദിഹില്ലതി ബലഗത് ബിക വഹിയല്ലദി ലാ നുതി. മഹാനവറുകൾ പറയുക, ഈ ഒരൊറ്റ കാര്യം തന്നെയാണ് അങ്ങയെ പ്രത്യേകമാക്കിയത്. അപ്പൊ അല്ലാഹുവിന്റെ ഹബീബ് ഭൂമി ലോകത്ത് വെച്ച് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ച ഒരു വിഭാഗം ആരാണ്? ഒരു മുസ്ലിമിനെയും നാവുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ വാക്കുകൊണ്ടോ ഒന്നും ആക്രമിക്കാത്ത ഒരാൾ, അയാള് സ്വർഗത്തിലാണെന്ന് ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. ഉറക്കപ്പറ ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. ഇനി എന്റെ പ്രിയപ്പെട്ട എന്നെ കേൾക്കുന്ന നാട്ടുകാരെ, സഹോദരിമാരെ, എത്ര കൊല്ലമായി നാം ഈ ഭൂമി ലോകത്ത് ജീവിക്കാൻ തുടങ്ങി? നമ്മുടെ നന്മ തിന്മകൾ എഴുതാൻ തുടങ്ങിയിട്ട്, രേഖപ്പെടുത്താൻ തുടങ്ങിയിട്ട് എത്ര കൊല്ലമായി? നമുക്ക് പറയാൻ പറ്റുമോ?